ഹായ്, ജിൻഡോയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു കമൻ്റാണ് ശരിക്കും എന്നെ ഇൻസ്പയർ ചെയ്തത് ഈ ഒരു കാര്യം പറയാനായിട്ട്. കമൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അർജുൻ നോറയെ വിലക്കുന്ന ഒരു കാര്യമുണ്ട്. അർജുൻ വളരെ വിഷമത്തോടു കൂടി പറയുന്ന ഒരു വലിയ വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് യു ഷുഡ് ചേഞ്ച് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് നോറയെ ഉപദേശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നോറ പറഞ്ഞത് എത്രയാണ്, പിന്നെ പിറകെ നടക്കാനും പറ്റിയൊരു ചരിക്ക് ഇതിനെ കണ്ടുകൊടുത്തേച്ചാലും മതി. അതായത് അയാളുടെ ആ ഒരു ബോഡി ഷെയ്മിങ് ആണ് വളരെ എക്സ്ട്രീം ലെവലിൽ നോറ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി അർജുൻ നോറയെ ഉപദേശിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും പറയരുത്, മോശമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, യു ഷുഡ് റിഗ്രറ്റ്, അതായത് പിന്നീട് ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്ന് പുള്ളി സൂചിപ്പിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ജാസ്മിൻ്റെ വിഷയം എടുക്കാം. ജാസ്മിൻ ചെയ്തത് പറയാൻ പാടില്ലാത്ത അത്രയും മോശപ്പെട്ട വാക്കുകൾ അയാളെ പറഞ്ഞിട്ടുണ്ട്. അപ്പനെ വിളിച്ചത് പോട്ടെ, അപ്പനെ വിളിച്ചു എന്ന് വേണ്ട, എന്തെല്ലാമായിരുന്നു. ജിൻഡോയെ പറയാനൊന്നുമില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ജിൻഡോയെ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ അറ്റാക്ക് ചെയ്തൊരു ലേഡി. ജയിലിൽ കിടക്കുമ്പോൾ അയാളെ തല്ലി, അത് കണ്ടത് നന്ദന. പക്ഷെ പുറത്ത് വന്നിട്ട് അവരിപ്പോൾ കുറച്ച് നേരം മുമ്പ് നടന്ന ഒരു ഫൈറ്റിൽ പോലും നന്ദന നിശബ്ദയായിരുന്നു. കള്ളൻ കള്ളൻ കള്ളൻ, നുണയൻ 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 എന്നൊക്കെ റിപ്പീറ്റഡ്ലി അയാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ പോലും മിണ്ടാതെ അത് കേട്ട് സുഖിക്കുകയാണ് നന്ദന ചെയ്തിട്ടുള്ളത്. നന്ദനയ്ക്ക് വേറൊരു കാര്യം ഉണ്ടായിരിക്കാം, എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ മോശമായ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിനകത്ത് കയറി അഭിപ്രായം പറയുക എന്നുള്ളത് അത്യാവശ്യ ഘട്ടത്തിൽ വേണ്ട ഒരു കാര്യമാണ്. മത്സ്യകന്യകൻ, പിന്നെ അതേപോലെ എൻ്റെ കണ്ണന് കറുപ്പ് നിറം എന്നൊരു പാട്ട് പാടിയത് ഗബ്രി. കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് കളിയാക്കിയതും ഈ പറയുന്ന ജാസ്മിനാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ, ഒരാൾ മോശമില്ല കേട്ടോ, ഒരാൾ മോശമില്ലാതെ എല്ലാവരും ഭയങ്കരമായിട്ട് അയാളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇന്നവരെ ഇവർക്കെതിരെ ഒന്നും ഒരു ആക്ഷൻ എടുത്തും കണ്ടിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിപ്പിച്ച് അല്ലെങ്കിൽ ബൃഹത്തായി കണ്ടു. ശ്രീരേഖ എന്തിനാ മോളെ കരഞ്ഞേ എന്നൊക്കെ രീതിയിൽ ഭയങ്കരമായിട്ട് ചോദിക്കുന്ന മോഹൻലാലിന് എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് നേർപ്പെടുന്ന ഈ മാനഹാനി കാണുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ല കേട്ടോ. നിരന്തരമായി ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും മോശമായ പറച്ചിലും ഒക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ജിൻഡോ ശരിക്കും പറഞ്ഞ ഒരു വിസ്മയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. അന്നത്തെ പിടിവലിയിൽ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചു എന്നും ശരണ്യയ്ക്ക് അത്രയേറെ ഹേർട്ടഡ് ആയെന്നും ശരണ്യ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നും റിഗ്രഷൻ അല്ല, ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നും എനിക്ക് ഇവിടെ തുടരാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ രീതിയിൽ പൊലിപ്പിച്ച് പറഞ്ഞൊരു കാര്യത്തിൽ നിരപരാധിയായിരുന്നു ജിൻഡോ എന്നുള്ളതാണ് വസ്തുത. അയാൾ ചെയ്തിട്ടില്ല. അയാൾ ചെയ്യാത്തൊരു കാര്യത്തിന് പോലും കൃത്യമായ ഒരു കാര്യം കൊടുക്കാതെ മോഹൻലാൽ ഉൾപ്പെടെ അയാളെ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. നോറ ഒരു നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ. നോറ പറഞ്ഞ നുണ ഇതാണ്: എനിക്ക് സിഗരറ്റ് വലിക്കണമെന്ന് പുറത്തേക്ക് വന്ന അയാളോട് എനിക്ക് കോപ്പറേറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു നല്ലൊരു ടാസ്ക് നശിപ്പിച്ച നോറ അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞത് ഇയാളുടെ ഒരു ബാഡ് ഹാബിറ്റിനെ വെച്ചിട്ടാണ്. അതായത് സിഗരറ്റ് വലിക്കുന്ന ഒരു ബാഡ് ഹാബിറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാരുടെ ഉള്ളിലേക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ജിൻഡോയ്ക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് പോലും ഇല്ലാതായി പോകും. കാരണം അവളുടെ അച്ഛനെ പറ്റിയും അവളുടെ അനിയത്തിക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആയത് അച്ഛൻ്റെ സിഗരറ്റ് വലി കൊണ്ടാണെന്ന് സ്വന്തം അച്ഛനെ തന്നെ മോശം പറഞ്ഞുകൊണ്ട് നോറ പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും ഹേട്രസ് സ്പ്രെഡാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നമായിട്ട് ജിൻഡോയ്ക്ക് വരാൻ ചാൻസ് പോലുമുണ്ട്. അങ്ങനെ ഒരുപാട് പേരാൽ ആക്രമിക്കപ്പെട്ടിട്ടും പിടിച്ചു നിൽക്കുന്നത് ഒരു വിസ്മയം തന്നെയല്ലേ. ജയിൽ നോമിനേഷനിൽ എപ്പോഴും വരാറുള്ളത് ജിൻഡോ തന്നെയാണ്. എവിടുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയോ സേവ് ചെയ്ത് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും സേഫ് സോണിൽ നിന്ന് കളിക്കുമ്പോൾ ഒരു സേഫ്റ്റിയും ഇല്ലാതെ നിൽക്കുന്ന ആളെ പ്രേക്ഷകർ വീണ്ടും വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകുന്നു. പ്രേക്ഷകർക്ക് എന്നോട് താല്പര്യമുണ്ട് എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെ അവിടെ കളിക്കുന്ന ഒരേ ഒരു വ്യക്തി ജിൻഡോ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ചധികം കുറ്റങ്ങളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, കുറച്ചധികം നുണകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജിൻഡോ സത്യം പറഞ്ഞൊരു വിസ്മയമാണ് കേട്ടോ എനിക്കിപ്പോൾ റീസെൻ്റ്ലി. ആൻഡ് നമ്മൾ മനസ്സിലാക്കുന്ന അതേ സാധനം, നമ്മൾക്ക് കൃത്യമായി പിടികിട്ടിയ സാധനങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അവരുടെ അടുത്തേക്ക് ഇട്ടുകൊടുക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് ജാസ്മിനുമായിട്ടുള്ള വഴക്കിൽ നീ കാരണമാണ് ഗബ്രി പുറത്തു പോയത്. നമുക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമാണ്. ജാസ്മിൻ്റെ ആ ഒരു പ്ലേ ഒന്നുകൊണ്ട് മാത്രമാണ് പുറത്തേക്ക് പോയത്. ഇപ്പോൾ റീസെൻ്റ്ലി ഗബ്രിയുടെ നാട്ടിൽ നടന്നൊരു സർവേ ഞാൻ കാണാനിടയായി. അതിനകത്ത് ആ നാട്ടുകാർ പറയുന്നുണ്ട് ആ കുടുംബം വളരെ മെച്ചപ്പെട്ട കുടുംബമാണ്, പയ്യനെ പറ്റി ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ ഞങ്ങൾ കുടുംബക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു ഷോയെ അല്ലാതാക്കി മാറ്റിയത് ഗബ്രിയും ജാസ്മിനുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു മോശപ്പെട്ട മുഖം ജാസ്മിനും ഗബ്രിക്കും പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ജാസ്മിനാണ്. ഗബ്രി മറ്റു പെൺകുട്ടികളോടൊക്കെ ന്യൂട്രലിൽ നിന്ന് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു.
കൈ പിടിച്ചാലേ എനിക്ക് കംഫർട്ട് ആകൂ എന്ന രീതിയിൽ അവൻ്റെ നെഞ്ചിലേക്ക് ചാടിക്കയറി ഈ പേക്കൂത്ത് അത്രയും കാണിച്ചതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് അവനെ പുറത്തേക്ക് വിട്ടത്. ചിലപ്പോൾ 100 ദിവസം കൂടെ നിർത്താമെന്ന് ആരെങ്കിലും പ്രോമിസ് കൊടുത്തിട്ടുണ്ടാവും. എന്ത് തന്നെ ആയാലും ഇതിനൊന്നും ഒരു ഫലം കാണാതെ പാപം പുള്ളി പുറത്തേക്ക് വരുന്നൊരു രീതി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഐ മീൻ ഗബ്രിയുടെ കാര്യമാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ആ വിഷമം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ജിൻഡോയാണ്. ഗബ്രി ഏറ്റവും കൂടുതൽ വെറുത്തതും നീ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ദീപാവലി ആഘോഷിക്കും എന്ന് പറഞ്ഞ ജിൻഡോയ്ക്കാണ് ഗബ്രിയുടെ ഈ ഒരു നഷ്ടം മനസ്സിലാകുന്നത്. അതായത് ഗബ്രിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അയാൾ നഷ്ടപ്പെടുത്തിയത്. ഒരുപക്ഷെ നന്നായി പ്ലേ ചെയ്തിരുന്നെങ്കിൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ളൊരു വ്യക്തി കൂടിയായിരുന്നു ഗബ്രി. അതൊക്കെ നഷ്ടപ്പെടുത്തിയത് ഈ പെണ്ണിൻ്റെ പിറകിലാണല്ലോ എന്നുള്ളൊരു വിഷമം അയാൾ മാത്രമാണ് പറഞ്ഞത്. ഇതൊക്കെയായിട്ടും എല്ലാവർക്കും അറിയാം ജാസ്മിൻ മിസ്റ്റേക്കാണ് എന്ന്. പക്ഷെ പറയാനുള്ള ധൈര്യം അവിടെ ആർക്കും ഇല്ലാത്തപ്പോൾ അത് ജിൻഡോയ്ക്കുണ്ട് എന്നുള്ളതാണ്. അൻസിബയുടെ പേഴ്സണാലിറ്റി എന്താണെന്നും ആ കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് അവളെ മാറ്റി നിർത്തുന്നുമുണ്ട് ജിൻഡോ. വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവരൊക്കെ പറയുന്ന ഒളിഞ്ഞും തെളിഞ്ഞും പോയിരുന്ന് കേൾക്കുന്ന ജിൻഡോ അത് പുറത്തേക്ക് വിടാതെ തന്നെ കൃത്യമായ സമയത്ത് എടുത്തുപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. നല്ലൊരു ഗെയിം പ്ലാൻ ഉണ്ട് അയാൾക്ക്. എന്തൊക്കെ കണ്ട് പഠിച്ചിട്ട് വന്ന് കുറേയൊക്കെ കോപ്പി അടിച്ചിട്ടാണെങ്കിൽ പോലും പുള്ളി റോക്സ് എന്ന് തന്നെ പറയാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നന്നായി കളിക്കുന്നുണ്ട് അൻസിബയും ജിൻഡോയും. അതിൽ ജിൻഡോ ഒരു പടി കൂടെ മികച്ചതായി നിൽക്കുന്നു. ഫിസിക്കൽ ടാസ്ക് ആയാലും ബാക്കി ഏത് ഗെയിം ആയാലും തൻ്റേതായ ഒരു കൈ കൊടുക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം. ഇന്ന് നടന്ന ഈ ഒരു സംഭവം വളരെയധികം പരിതാപകരമായിരുന്നു. വളരെ മോശപ്പെട്ടൊരു ആറ്റിറ്റ്യൂഡാണ് ജാസ്മിൻ ജിൻഡോയോട് കാണിച്ചിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മോഹൻലാൽ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ഈ ഒരാഴ്ച വരെ ഇത് നിലനിൽക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഒരാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് നടന്ന അടി പോലും മൈൻഡ് ചെയ്യാത്ത മോഹൻലാൽ, കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇഗ്നോർ ചെയ്ത മോഹൻലാൽ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഈ ചെറിയ ഇഷ്യൂ മൈൻഡാക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാലും കാത്തിരുന്ന് നോക്കാം. വരും ദിവസങ്ങളിൽ എന്ത് നടക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. ഏതായാലും ജിൻഡോ റോക്സ്.